ഇപ്പോൾ നമ്മുടെ മധുരം ചേമ്പ് ഏതാണ്ട് പറിക്കേണ്ട സമയങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തണ്ടൊക്കെ അത് വരുന്നുണ്ട്. ഇതാണ്ട് പൂവുണ്ട് അതിൻ്റെ. ഈ പൂവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചുമപ്പ മധുരച്ചേമ്പിൻ്റെ പൂവാണ്, ഇത് വെള്ള മധുരച്ചേമ്പിൻ്റെ പൂവാണ്. അതിൻ്റെ കട ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട, ഇതിന് വയലറ്റ് കളറിലായിട്ട് വരും ഈ തണ്ട്. അതാണ് ആ പൂവിൻ്റെ വ്യത്യാസം വന്നത്. ഇത് നമ്മുടെ വെള്ള എന്ന് പറയുന്നത് കണ്ട ഇതായിട്ട് വരും. ഇതിന് കായ കണ്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കായ എന്ന് പറയുന്നത്, മധുരച്ചേമ്പിൻ്റെ കായ. ഇതിൻ്റെ പൂവ് ഇടാനായിട്ട് നിൽക്കണം. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ മധുരം ചേമ്പ് കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ പറിക്കാനുള്ള സമയങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മധുരച്ചേമ്പ് പറിക്കാം. കാണുന്ന മധുരച്ചേമ്പ് ഞാൻ ഒരു 6 മാസമായപ്പോൾ ഞാൻ പിടിച്ചു വെച്ചിട്ടുള്ളതാണ്, കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിടിച്ചു വെച്ചതാണ്. അപ്പോൾ ഇതിൽ തന്നെ നോക്കുമ്പോൾ 2 തരം കളറ് നമുക്ക് കാണുമ്പോൾ അറിയാലോ. കണ്ട, വയലറ്റും ഇതും. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പറിക്കാൻ പോണത്. അപ്പോൾ ഇതിന്മേൽ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, ഒരുവിധമൊക്കെ കുറച്ച് ദിവസം ആയി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതെ കണ്ട, തണ്ടുകളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് വെള്ളക്കുപ്പിയാണ് കാണുന്നത്. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാകം നോക്കിയിട്ട് നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് നമുക്ക് നടത്താം. ആദ്യം തന്നെ ഇതിൻ്റെ തണ്ടുകളൊക്കെ ഒന്ന് വെട്ടി മാറ്റാം. കാട് പിടിച്ചൊക്കെ എടുക്കുന്നത് കണ്ട. അപ്പോൾ അതിൻ്റെ പേരിൽ തണ്ടുകളൊക്കെ വെട്ടി മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ പറിക്കാം കേട്ടോ. ഇങ്ങനെ തണ്ടുകൾ എല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കെടുക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അറിയില്ല. ഈ മധുരച്ചേമ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചിലപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാണ്ടായി വരുന്ന ഒരു ഇതല്ലേ മധുരച്ചേമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നശിച്ച് പോകാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. ഇത് ഈ മധുരച്ചേമ്പിൻ്റെ കടകൾ ഇപ്പോൾ വീട്ടിൽ ആൾക്കാരിങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ കാണുമ്പോൾ ചേട്ടാ ഇത് പറിക്കുമ്പോൾ എന്തായാലും എനിക്ക് വിത്ത് വേണം, അങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കും വിത്ത് കൊടുക്കണം. ഇതിപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ഈ മധുരച്ചേമ്പ് എന്ന് പറയുന്നത് നല്ല ഞാരുള്ളൊരു കിഴങ്ങ് വർഗ്ഗമാണ്. അപ്പോൾ അത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വയറിനും ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ ഒരുപാട് കാരണന്മാർ ഇത് തന്നെ കഴിക്കാറുണ്ട്. അപ്പോൾ മക്കൾക്കുണ്ടെങ്കിൽ ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണല്ലോ. പിന്നെ ഈ മധുരം ചേമ്പായാലും കൂവൊക്കെ എന്നൊക്കെ ഇന്നത്തെ തലമുറയിലത്തെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും നല്ലതാണ്. അല്ലെങ്കിൽ കുറച്ച് ആൾ കഴിയുമ്പോൾ അവർക്ക് തന്നെ ചിലപ്പോൾ അത് അറിയാണ്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ നല്ലതാണ്. കാട് പിടിച്ചൊക്കെ എടുക്കണം. ഞാനിതിൻ്റെ തെങ്ങിൻ്റെ കടയുണ്ടായിരുന്നു, അതിൻ്റെ ചുറ്റാണ് കിടക്കണം. തോടുണ്ട്, ഇതൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് നനച്ച് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണ് നന്നായിട്ട് ഉണങ്ങിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മണ്ണ് നനയ്ക്കുന്നത് കേട്ടോ. പിന്നെ അതും തന്നെയല്ല, മണ്ണ് നന്നായിട്ട് ഉണങ്ങി നന്നായിട്ട് കിടന്നതിന് ശേഷം പറിച്ചാലാണ് ഇതേമാതിരി ഇലകളൊക്കെ ഉണങ്ങി വരും. എന്നിട്ട് പറിച്ചാലാണ് ശരിക്കും കിഴങ്ങിനും മധുരം ഒക്കെ വരിക കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കും. ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വെള്ളം നനച്ച് കഴിഞ്ഞാൽ പറിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പറിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ പറിക്കാൻ പോകുന്നത് വലിയ കൊട്ടയൊക്കെ എടുത്തിട്ട് വന്നത് വിത്ത് അവരുണ്ടാവും എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. പറിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നോക്കാം വിത്ത് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. വെള്ളം പോരാ, നനവ് പോരാ, നല്ല ടൈറ്റാ. ഓ അതേമാതിരി തെറ്റിയിട്ടുണ്ട്. ഇനി
കിട്ടിയത് വിത്തുകൾ. കുഴപ്പമില്ല. ഇത് നമ്മുടെ വെള്ള മധുരച്ചേമ്പിൻ്റെതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് വെള്ള മധുരച്ചേമ്പ്. ഇപ്പം നമ്മൾ പറിച്ചും കൊണ്ട് അത് വയലറ്റ് കളർ. ഇതാണ്, ഇത് വയലറ്റ് കളർ. ഇതിൻ്റെ കളർ വ്യത്യാസം കണ്ടറിഞ്ഞത്. നമ്മുടെ വയലറ്റ് കളർ പറിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ പറിക്കാൻ പോകുന്നത് വെള്ളയാണ് കേട്ടോ. അപ്പം നമ്മൾ പറിച്ചെടുത്ത് കൂട്ടിയിട്ടുണ്ട് കുറച്ച്. അപ്പം അതിന് തന്നെ നമുക്ക് വിത്തുകൾ ഇങ്ങനെ സെപ്പറേറ്റ് തിരിച്ചതിന് ശേഷം ആ കാണിക്കാം. അതാ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്ന് ക്ലീനാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ അതേ നമ്മുടെ മധുരഞ്ചേമ്പ് നമ്മൾ വെട്ടി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. വിത്തിനുള്ളത് അവിടെ മാറ്റി വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ നടാനുള്ളത് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇത് മധുരച്ചേമ്പിൻ്റെ. ഇത് നമ്മുടെ വെള്ള മധുരച്ചേമ്പിൻ്റെ വിത്തുകളാണ്. ഇതാണ് നമ്മുടെ വയലറ്റ് കേട്ടോ. ഇനി നടാം നമുക്ക്. ഇന്നിപ്പോൾ ഞാനേ മധുരച്ചേമ്പ് നടുന്നതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ രീതിയും കൂടി ഞാൻ കാണിച്ചത്. നമ്മൾ ഇതേമാതിരി ഒരു ഇതിങ്ങനെ തടക്കം എടുത്ത് കാഞ്ഞിട്ട് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ചെറുതായിട്ടൊന്ന് ചാരം തൂളി കൊടുക്കാം. കൈക്കോട്ടുകൊണ്ടൊന്ന് ആക്കി കൊടുക്കാം. ചാരം തൂളിയതിന് ശേഷമേ നടാനായിട്ട് നമുക്കൊന്ന് മണ്ണൊന്ന് ഇളക്കി ഇപ്പോൾ ചാരം ഒന്ന് മിക്സ് ആവുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇക്കാനത്ത് ചെറിയൊരു കുഴി ഇതാക്കിയിടാം. പിന്നെ മധുരച്ചേമ്പ് എന്ന് പറയുമ്പോഴേ ഏറ്റവും എളുപ്പത്തിനും ഏറ്റവും ലാഭമായിട്ടും ഒരു കേടുമില്ലാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ഇതാണ് മധുരച്ചേമ്പ്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലും വെറുതെ ഒരു കട നട്ടിട്ട് നമ്മൾ പറിക്കേണ്ട സമയത്തൊന്ന് പറിച്ചിട്ടുണ്ടെങ്കിലും വിത്ത് കുറവാണെങ്കിലും മധുരച്ചേമ്പ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഈ മധുരച്ചേമ്പ് എന്ന് പറയുന്നത് കഴിക്കാനായിട്ട് പണ്ടത്തെ കാലത്തൊക്കെ കഴിച്ചത് ഒരുപാട് ആൾക്കാർക്ക് അറിയാതെ കഴിക്കാറുണ്ടെന്നുള്ളത്. ഇപ്പോഴത്തെ തലമുറകൾ ഇത് കഴിക്കില്ല. പിന്നെ നമുക്ക് അവർക്കും കൂടി ഒന്ന് ഓരോന്ന് കൊടുത്തു കഴിഞ്ഞ് അവരെ ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കുക. നല്ലതാണ്. നമ്മുടെ അമ്പ് ഞാരുള്ളതിൻ്റെ പേര് എങ്ങനെ ഞാരുണ്ടല്ലോ, അപ്പം നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാനും പറ്റണം. ഇളം മധുരമായിരിക്കും. ഒരു കൂടുതൽ നല്ല മധുരമല്ല, ഒരു ചെറുതായിട്ടുള്ളൊരു മധുരമായിരിക്കും. കഴിക്കാനും നല്ലതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിളക്കം കൂടുതലുണ്ടെങ്കിൽ വിത്ത് ധാരാളം പൊട്ടി വലുപ്പത്തിലും വരും കേട്ടോ. അങ്ങനെ കൂടിയുണ്ട്. പിന്നെ പറിക്കുന്ന ടൈമിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം കൂടുതൽ ഉണ്ടാവണമെങ്കിൽ നല്ല മൂപ്പ് നല്ല വേവും വെന്ത് വരണമെങ്കിൽ ആ ടൈമിൽ മണ്ണ് നല്ല ടൈറ്റായിട്ട് ഉണങ്ങി ഇലകളും ഉണങ്ങണം, മണ്ണും അതേമാതിരി തന്നെ ഉണങ്ങണം നല്ലതാണ്. എന്നാലാണ് ആ കിഴങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മൂക്കാണ്ട് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു കളന്നതിനുള്ളൊരു ഇത് അത് നമ്മുടെ കപ്പയിലും അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ മണ്ണ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് മണ്ണ് നല്ല ഉണങ്ങി 10 ദിവസം വൈകിയാലും അങ്ങനെ പറിച്ചെടുക്കുന്നതാണ്. ഈ നടാൻ പോണ വിത്തുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ.
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ തന്നെ ഇപ്പം നമ്മൾ പറിച്ചിട്ടുള്ള അതിൻ്റെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൽ 2 തരം എന്ന് പറഞ്ഞില്ല, ഇതാണ്ട് ഇതിൻ്റെ കളർ വ്യത്യാസം എന്നാണ്. ഇതാണ് ഞാൻ 2 കളർ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം. ഇതേ ആടാ. അപ്പം നടാം. ഇത് പിന്നെ നമുക്ക് ഒരു കേടും വരില്ല, കാരണം നട്ട് പോയാൽ മതി, ഒരു കേടും വരില്ല. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നടാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് വിത്താണ്. നമുക്കിത് 2 എണ്ണമാക്കി നടണമെങ്കിൽ 2 ആക്കി, ഇത് പൊട്ടിച്ച് നടണമെങ്കിൽ നടാം. ഇതിങ്ങനെ ഞാനിതിപ്പോൾ ഇങ്ങനെ നടന്നിട്ടാം. പിന്നെ നമുക്ക് ഈ തണ്ടോടുകൂടി ഇതിങ്ങനെയുള്ള ഇതും നടാം. ഇതൊക്കെ പിടിക്കും. ഇതിൻ്റെ കടയുമ്പോൾ ഒരു വേരുണ്ടെങ്കിലും ഈ സാധനം പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അന്യായപ്പെട്ട് പോകുന്നൊരു സംഭവമല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ നട്ട് പിടിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിങ്ങനെ നട്ട് വയ്ക്കുക. ഇത് ഇവിടെ നടാം, ഒന്നും വരില്ല. ഇതിങ്ങനെ ഇത് 2 നടുമ്പോൾ ഇങ്ങനെ നടാം. നമ്മൾ വിത്തുകൾ കംപ്ലീറ്റ് നടൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ നടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു പരിപാടി കൂടി ഉണ്ട്. കാണാം, ഇതിന് ഞങ്ങളുടെ ഇവിടെ പൊതിയിടാന്ന് പറയാം. കാരണം ഇങ്ങനെ വെച്ച് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ നമ്മൾ നനച്ചില്ലെങ്കിലും എന്ത് ചെയ്തില്ലെങ്കിലും ഈ സാധനം വളർന്നു വരും കേട്ടോ. അപ്പോൾ നമ്മൾ വേനൽക്കാലം അതിൻ്റെ പേരിൽ നനച്ച് കൊടുത്താൽ അപ്പം തന്നെ പൊടിച്ചു കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ നനച്ചില്ലെങ്കിൽ അത് വർഷക്കാലത്ത് മഴ പെയ്യുന്ന സമയത്ത് തന്നെ പൊടിച്ചു കൊടുക്കും. പിന്നെ ഞാനിപ്പോൾ അത് ഇടുന്നത് ഇത് നമ്മൾ പറിച്ചപ്പോൾ വെട്ടിയെടുത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതാത് മാതിരി എന്തായാലും നമ്മളിങ്ങനെ കൂട്ടി സ്വരൂപിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അത് മുൻകൂട്ടി നമ്മൾ ചെയ്യണം കേട്ടോ. എൻ്റെ ഈ വർഷത്തെ മധുരച്ചേമ്പ് പറക്കലും കഴിഞ്ഞു, നടലും കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ പൊതി ഇട്ടു. ഇനി നമുക്ക് വേണമെങ്കിൽ വെള്ളം തെളിച്ച് കൊടുക്കാം. വെള്ളം തെളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നനഞ്ഞ് വരുമ്പോൾ ഈ സാധനം പൊടിച്ചു വന്നോളൂ കേട്ടോ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മധുരച്ചേമ്പെന്ന് പറയുന്ന സാധനം കൃഷി ചെയ്താൽ നമുക്ക് ഒരിക്കലും നഷ്ടമല്ല കേട്ടോ. കാരണം ഇതൊക്കെ ഒരുപാട് നമ്മൾ ചെറുപ്പത്തിൽ ഇതന്നെ കഴിച്ചില്ല, ഒരുപാടൊക്കെ വിശപ്പടക്കിയിട്ടുള്ളതും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴാണ് കഴിക്കാണ്ടായത്. ഇപ്പം നമ്മൾ ചിലപ്പോൾ വലിയ ഇതിലൊക്കെ സൂപ്പർ മാളിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുള്ളൂ. അല്ലാണ്ട് കൃഷി ചെയ്തിട്ട് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് സമയങ്ങളിലൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ സമയം കിട്ടാത്തവരുണ്ട്, ഭൂമി ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് ഒരു നമുക്ക് ആവശ്യം തോന്നുകയാണെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ എവിടെയെങ്കിലും നടന്ന ഇതോ അല്ലെങ്കിൽ മാർക്കറ്റിലോ, ഇപ്പോൾ ഞാൻ വിത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ വിത്ത്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് വിത്തൊക്കെ ഇതിൻ്റെ കിട്ടും. നാടൻ പച്ചക്കറി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ ഈ സംഭവങ്ങൾ കിട്ടും. അപ്പോൾ അങ്ങനെ ഓരോന്നെങ്കിലും എടുത്ത് നടുകയാണെങ്കിലും നമുക്ക് വീട്ടിൽ നല്ലതാണ്. നമുക്ക് ചായക്ക് 4 മണിയുടെ ചായയിൽ സമയത്ത് നമുക്കിത് 2 എണ്ണം പുഴുങ്ങി ഈ നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കിയിട്ട് നല്ല പ്ലേറ്റിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കഴിച്ചു പോവും. അപ്പം മധുരം ചെയ്യുമെന്ന് പറയാതിരുന്നാൽ മതി. കഴിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി മധുരം ചെയ്യുമാണെന്നുള്ളത്. തന്നെ കഴിച്ചു പൊക്കോളും. അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ തമാശയ്ക്ക് പറഞ്ഞാണ്. അങ്ങനെ നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. ഈ മധുരം ചെയ്യുമെന്ന് കുറിച്ച്. എന്നാൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. കേടുപാടുകൾ ഒട്ടും തന്നെ വരില്ല. പിന്നെ വളങ്ങൾ ഇപ്പം ഞാനിത് ചെയ്തില്ല. ഞാനിതിപ്പോൾ ഇനി ഒരു നനഞ്ഞൊന്ന് പൊടിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലകളൊക്കെ ഒന്നും കൂടി ഒതുക്കി കാഞ്ഞിട്ട് അപ്പോഴേക്കും ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു ചാണപ്പൊടിയും കൂടി തൂളിയും കാഞ്ഞ് കടയൊക്കെ ഒന്ന് മൂടി ഒന്ന് പൊക്കി ഇവിടെ കൊള്ളിവാരിടണ മാതിരി ആക്കിയിടും. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറിക്കണ നേരത്താണ് ഈ വരുന്നത്. അത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്യാൻ പരിശ്രമിച്ചാൽ നമുക്കെല്ലാവർക്കും നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഇത് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ലത്. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.